Ruth chapter 1 verses 6 onwards is what we are going to read from. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമ്മൾ ഇന്ന് I may not have time to read everything, but let me just go here and there. എല്ലാ വാക്യങ്ങളും വായിച്ചു പോകാനുള്ള സമയം കാണത്തില്ല, എങ്കിലും തൊട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Verse 6 says, and then Naomi heard in Moab that the Lord had blessed his people. ആമേൻ. 5-6 വാക്യങ്ങളൊന്ന് മലയാളത്തിൽ ശബ്ദം ഉയർത്തി വായിക്കാമോ? മതി. ഇനി 16-ാം വാക്യം വായിച്ചാൽ Praise the Lord. There is something very interesting in this initial portions of the word. ഈ ആദ്യത്തെ ഭാഗങ്ങളിൽ വളരെ കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട്. It says there was famine in Bethlehem. ബെത്ലഹേമിൽ ഒരു ക്ഷാമം വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Bethlehem is the house of bread. ആമേൻ. അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേം. So in the bakery there is no bread. അവിടെ പക്ഷേ സ്ഥലങ്ങളിൽ വിൽക്കുന്ന സ്ഥലങ്ങളിൽ അപ്പമില്ല. There is no bread in the bakery. ഒരു സ്ഥലത്തും അപ്പം ലഭ്യമില്ല. And that is what created the famine. അതാണ് ക്ഷാമം കൊണ്ടുവന്നത്. If where you go expecting something and you do not see that will cause famine. ആമേൻ. ചിലത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അതൊരു ക്ഷാമം ഉണ്ടാക്കും. You go to a bakery, you are expecting that they will have bread. ആമേൻ. ഒരു ബേക്കറിയിൽ ഒരു ബ്രെഡ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ, അപ്പം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് അപ്പം അവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെയാണ്. School you go or you send your children expecting they are going to be educated. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളുകളിലേക്ക് അയക്കുന്നത് അവിടെ അവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. If they are not educated in the school, that means there is a famine there. അവർക്ക് അവിടെ വിദ്യാഭ്യാസം ലഭ്യമാകുന്നില്ല എങ്കിൽ സ്കൂളുകളിൽ ഒരു ക്ഷാമം ഉണ്ടെന്നാണ് അതിന്റെ I can അർത്ഥം. talk about hospitals. ആമേൻ. ഹോസ്പിറ്റലുകളും അങ്ങനെ തന്നെയാണ്. I can talk about many other things. ആമേൻ. പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. Why do you come to church? എന്തുകൊണ്ടാണ് നമ്മൾ സഭയിൽ വരുന്നത്? We come to church to hear from the Lord. ആമേൻ. ദൈവ ശബ്ദം കേൾക്കാനല്ലേ നമ്മൾ സഭയിൽ We വരുന്നത്. come to the church to be filled with the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാനല്ലേ നമ്മൾ This സഭയിൽ is വരുന്നത്. called as a house of prayer. ആമേൻ. സഭ എന്ന് ദൈവം വിശേഷിപ്പിക്കുന്നത്, യേശു വിശേഷിപ്പിക്കുന്നത് ഒരു പ്രാർത്ഥനാലയം എന്നാണ്. If you do not see these things here, ഈ സാഹചര്യങ്ങൾ ഒന്നും, ഈ വസ്തുതകളൊന്നും സഭയിൽ നടക്കുന്നില്ല എങ്കിൽ then it is called a famine. അതിന്റെ അർത്ഥം സഭയിൽ ഒരു ക്ഷാമം ഉണ്ടെന്നാണ്. Whatever happens, വേറെ എന്തെല്ലാം സംഭവിച്ചാലും please do not never neglect these things happening in the church. ഈ കാര്യങ്ങളെ ഒന്നും സഭയിൽ തള്ളിക്കളയരുത്. There people need bread here. ആമേൻ. ഇവിടെ ചോര വേണ്ടുന്ന ആളുകളുണ്ട്. People need prayers here. ഇവിടെ പ്രാർത്ഥന വേണ്ടുന്ന ആളുകളുണ്ട്. People need to be strengthened here. ആമേൻ. ഇവിടെ ശക്തിപ്പെടേണ്ട ആളുകളുണ്ട്. So if you find there is a time of a famine, it is each one of our responsibility to come together so that we will be able to fill the appetite of the people. സഭയ്ക്കകത്തൊരു ക്ഷാമമുണ്ടെന്ന് കാണുമ്പോൾ അവിടെ എല്ലാ വിടവുകളിൽ കയറി നിന്നത് നികത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ കൂട്ടാളികളാകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. It is very easy for me to come and say avade illa, but then it is a different thing to go and say I do not see that, but it is my responsibility to fill that gap. Amen. അവിടെ നിൽക്കുന്ന ഒരു വിടവാണ്, അവിടെ വിടവെന്ന് ചൂണ്ടിക്കാണിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ വിടവിൽ കയറി നിന്നുകൊണ്ട് അവിടെ വിടവുണ്ടെങ്കിലും ഞാൻ അതിനെ നികത്താം എന്ന് പറഞ്ഞ് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. He needs you for that. Amen. ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും അതിന് ആവശ്യമുണ്ട്. You that for that. ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും അതിന് ആവശ്യമുണ്ട്. He needs you for that. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. Because he wants you to be the source of filling the appetite of this nation. കാരണം ഈ രാഷ്ട്രത്തിന്റെ, ഈ ദേശത്തിന്റെ മുഴുവൻ വിശപ്പകറ്റാൻ ദൈവത്തിന് നിന്നെ ഒരു റിസോഴ്സായി ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ടൾസ പട്ടണത്തിന്റെ. Why Tulsa, Oklahoma? എന്തുകൊണ്ട് ടൾസയിൽ ഒതുക്കുന്നു? ഓക്ലഹോമ സ്റ്റേറ്റിന്റെ. If the Holy Spirit cannot be contained, your vision should not be contained also. Amen. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആർക്കും ഒതുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളും ഒതുങ്ങി പോകാൻ പാടില്ല. No bread in Bethlehem. Amen. ബെത്ലഹേമിൽ അപ്പമില്ല. And then the rest of the story follows. അതിന്റെ ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം. They decided to go back to Bethlehem. അവർ ബെത്ലഹേമിലേക്ക് പിന്നീട് മടങ്ങി പോകാൻ Verse 6 is a very important verse. ആറാമത്തെ വാക്യം വളരെ പ്രാധാന്യമേറിയ It വാക്യമാണ്. says like this. ഇങ്ങനെയാണ് അത് പറയുന്നത്. Then Naomi
heard. അതിനുശേഷം നവോമി ഇങ്ങനെ കേട്ടു. Can you just shout the word heard? കേട്ടു എന്നൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Ketu. Amen. Heard. Heard. She heard. അവൾ കേട്ടു. She did not see it. അവൾ കണ്ടില്ല. But there was a gossip. പക്ഷെ അവളുടെ ചുറ്റും നടക്കുന്ന എന്തോ ഒരു വാർത്ത അവൾ കേട്ടു. There was a rumor going. അവിടെ എന്തോ അവിടെ ഒരു ദുർപ്രചരണം പോലെ അവിടെ പടരുന്നത് അവൾ കേട്ടു. നല്ല പ്രചരണമായിരുന്നു. You know, she heard. അവൾ കേട്ടു. What did she hear? എന്താണ് അവൾ കേട്ടത്? She heard that the house of bread has started giving bread again. Amen. അപ്പത്തിന്റെ ഭവനത്തിൽ വീണ്ടും അപ്പമുണ്ടെന്ന് അവൾ കേട്ടു. She heard. അവൾ കേട്ടു. Your hearing is important. അതുകൊണ്ടാണ് നമ്മുടെ കേൾവിക്ക് വളരെയധികം The പ്രാധാന്യമുണ്ട്. rest of the story in the book of Ruth started from verses 6. Amen. അതിനുശേഷം 6-ാം വാക്യം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ശക്തമായി അറിയാം. Verses 6 is so powerful. 6-ാമത്തെ വാക്യം വളരെ പ്രാധാന്യമേറിയതാണ്. Everything else happened because of that word heard. Amen. ആ കേട്ടിട്ട് എന്നുള്ള പദത്തിൽ നിന്നാണ് അതിന്റെ താഴോട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും അവിടെ Can we സംഭവിക്കുന്നത്. touch our ears and say it is important what I hear? നമ്മുടെ ചെവിയെ ഒന്ന് തൊട്ടിട്ട് പറയാമോ, എന്റെ ചെവിക്കിൽ കേൾക്കുന്നതിന് പ്രാധാന്യമുണ്ട്. There is importance in what I hear. ഞാൻ കേൾക്കുന്നതിന് പ്രാധാന്യമുണ്ട്. She has not seen, but before she sees, she started hearing. അവൾ കണ്ടില്ല, ഇതൊന്നും അവൾ കണ്ടില്ല, പക്ഷെ കേട്ടതിന് പ്രാധാന്യമുണ്ട്. You can hear what God is doing only if you are connected with the Lord. Amen. ദൈവവുമായി ഒരു ബന്ധത്തിലായിരുന്നാൽ മാത്രമേ ദൈവം ചിലത് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. In the material realm, in the physical realm, it will appear later, but before that there is another realm that the Holy Spirit opens. Amen. ഈ ഭൗമിക തലത്തിൽ ചിലത് വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം തുറക്കുന്ന ഒരു ആത്മീയ തലമുണ്ട്. And that happens with your hearing. അത് നിന്റെ ചെവിയിലാണ് അത് മുഴങ്ങുന്നത് ആദ്യം. You know that word return. Amen. മടങ്ങി വരിക എന്നുള്ള In chapter 1 it is mentioned like 16-17 times. ഏകദേശം 16-17 പ്രാവശ്യത്തിലധികം മടങ്ങി വന്നു, മടങ്ങി എന്നുള്ള വാക്കുകൾ നമ്മൾ കാണുന്നു. I'm ഒന്നാം not going അധ്യായത്തിൽ to മാത്രം. go into that. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. But then അതിനുശേഷം notice carefully. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, She heard. അവളത് കേട്ടിട്ട്. What does the Romans chapter 10 and verses 17 say? റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം എന്താണ് പറയുന്നത്? So then faith comes by വിശ്വാസം കേൾവിയാലും, and hearing by കേൾവി the word of God. ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. Faith, the moment you start hearing, നമ്മൾ കേട്ടു തുടങ്ങുന്ന ആ നിമിഷം there is something else that gets conceived, ചില കാര്യങ്ങൾ നമ്മുടെ ഉദരത്തിൽ ഉരുവായി തുടങ്ങും. and that is called as faith. അതിനെയാണ് വിശ്വാസം എന്ന് വചനം വിളിക്കുന്നത്. She heard. അവൾ കേട്ടു. She heard. അവൾ കേട്ടു. I want to dwell a little bit more on this word hearing. അവിടെ കേൾവി എന്ന പദത്തിൽ കുറച്ച് നേരം നിൽക്കാൻ ഞാൻ If you ആഗ്രഹിക്കുന്നു. turn to Luke chapter 7, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ the തിരിച്ചാൽ Bible says വചനം പറയുന്നു, there was a certain centurion. അവിടെ ഒരു ശതാധിപനെ കുറിച്ച് നമ്മൾ കാണുന്നു. Verses 3. 3-ാം വാക്യം. രണ്ടും മൂന്നും വായിച്ചു. Yes. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട്. He heard about Jesus. He heard about Jesus. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. Maybe he doesn't have any first hand encounter, അവൻ യേശുവിനെ നേരിട്ട് അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരിക്കാം. but he started hearing about what Jesus can do. പക്ഷേ യേശുവിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അവന്റെ ചെവിയിൽ അവൻ കേട്ടു. That started changing everything. അത് അവന്റെ ജീവിതത്തിൽ പലതും മാറ്റിമറിച്ചു. He had probably attended his meetings. He would have had people who were coming and telling about what Jesus was doing. പലരും യേശുവിന്റെ പല കൂട്ടങ്ങളും കൂടിയിട്ട് യേശു എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കാണും ശതാധിപന്റെ അടുത്ത്. But your future can change when you start hearing. ചിലത് നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭാവി പോലും മാറി മറിയപ്പെടാം. The Bible has a lot of things that we read about hearing. കേൾവിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പല ഭാഗങ്ങളിലായി വചനം പ്രാധാന്യപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണാം. The Bible says Abraham heard. വചനം പറയുന്നു അബ്രഹാം കേട്ടു. Samuel heard. ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Peter heard. പത്രോസ് കേട്ടു. All this hearing. ഈ എല്ലാ കേൾവികളും What is that? എന്താണത്? Because the battle is always about what you hear. കാരണം എപ്പോഴും ശത്രു യുദ്ധം കൊണ്ടിരുന്നത് നമ്മൾ കേൾക്കുന്നതിനെ സംബന്ധിച്ചാണ്.
You know, even in the Garden of Eden, Amen. ഈദൻ ഗാർഡനിലും before in Genesis 3, Amen. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് മുമ്പ് before the serpent really got Eve to act her hands, Amen. സർപ്പം ആ തോട്ടത്തിൽ കയറി അവളെ കാണുന്നതിന് മുമ്പ് she took her attention first. അവൻ അവളുടെ ശ്രദ്ധയാണ് ആദ്യം തിരിച്ചത്. The serpent said, Amen. പാമ്പ് പറയുന്നത് ഇതാണ്, did God really say? ദൈവം വാസ്തവത്തിൽ ഇപ്രകാരം നമ്മളോട് സംസാരിച്ചോ? That's what she heard. അതാണ് അവൾ കേട്ടത്. Then only the hands went. അതിനുശേഷമാണ് അവന്റെ കരങ്ങൾ അങ്ങോട്ട് പോയത്. It is important what you hear, നമ്മൾ കേൾക്കുന്നതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. because the battle is for your hearing. കാരണം നിങ്ങളുടെ ചെവിയെയും നിങ്ങളുടെ കേൾവിയെയും സംബന്ധിച്ചാണ് എപ്പോഴും യുദ്ധം. In our church, I say like this: ഞങ്ങളുടെ സഭയിൽ ഞാൻ ഇങ്ങനെ പറയും, if you start hearing the voice of unfaith, unbelief, close that phone. Amen. അവിശ്വാസത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങൾ തുടർമാനമായി കേട്ടാൽ ആ ഭാഗങ്ങളെ അടച്ചു കളയുക. If you start hearing something that is against the will of God, close that phone. ദൈവഹിതത്തിന് വിപരീതമായി നിങ്ങൾ കേൾക്കുന്ന എല്ലാ സോഴ്സുകളെയും കട്ട് ചെയ്ത് കളയുക. If I say like this, if you start hearing of something that God is able to do, keep on listening to Amen. that. ദൈവത്തിന് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, കേൾക്കുന്ന ആശയവിനിമയങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. The devil will never touch your future until he first negotiates with your hearing. Amen. നിന്റെ കാതുകളോട് പിശാചിന് പയറ്റി ജയിക്കാവുന്നിടത്തോളം അവൻ ശ്രമിക്കും. അത് പറ്റിയില്ലെങ്കിൽ അവൻ നിന്റെ ഭാവിയെ That തൊടുകയുള്ളൂ. is why in the book of Revelation chapter 2, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, in chapter 3, 3-ാം അധ്യായത്തിൽ കാണുന്നത്, but Jesus repeatedly says one thing: യേശു തുടർമാനമായി വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നു, he who has an ear, let him hear what the Spirit has to say to the churches. ആത്മാവിന് എന്ത് പറയാനുള്ളത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He is repeatedly saying that. ഈ വാക്യങ്ങൾ തുടർമാനമായി വരുന്നത് നമ്മൾ കാണുന്നു. Let the people hear. Amen. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Tonight, this afternoon, I want to pray this prayer over this church. ഇതാണ് എനിക്ക് ഈ സഭയോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. That our attention will be to what God is going to do here in Tulsa. ഈ ടൾസ പട്ടണത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാനുണ്ടെന്ന് നമ്മുടെ ചെവികൾ കേൾക്കട്ടെ. Because our hearing is important. കാരണം നമ്മുടെ കേൾവിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. Hearing will produce faith. Amen. കേൾവിയാണ് വിശ്വാസം പുറത്തു കൊണ്ടുവരുന്നത്. As we hear, the faith will increase. നമ്മൾ കേൾക്കുന്തോറും നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. As we hear, the faith will increase. നമ്മൾ കേൾക്കുന്തോറും വിശ്വാസത്തിന്റെ അളവുകൾ And I വർദ്ധിച്ചുകൊണ്ടിരിക്കും. pray that even now faith is increasing here. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവുകൾ വർദ്ധിക്കട്ടെ. Because hearing is important. കാരണം കേൾവിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. Hallelujah. ആമേൻ. But Samson, ശിംശോൻ, in Judges chapter 16, ആമേൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ I'm just summarizing all these things. ഞാൻ അതിന്റെ എല്ലാ ആകത്തുക പറഞ്ഞു വിടാൻ Even ശ്രമിക്കുകയാണ്. before he died, അവൻ മരിക്കുന്നതിന് മുമ്പേ, if you turn to chapter 16, 16-ാം അധ്യായത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ it says തിരിച്ചാൽ, like this: Delilah Amen. was keeping on persisting and trying to talk to Samson. ദലീലെ അവന്റെ പിന്നാലെ നടന്ന് പല കാര്യങ്ങൾ സംസാരിക്കാൻ അവൾ തുനിഞ്ഞു. And then it says like this: അതിനുശേഷം ഇങ്ങനെയാ വാക്യങ്ങളിൽ പറയുന്നത്, he almost caused his death. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? By keeping on talking to Samson. സംസാരിച്ച് അവന്റെ ജീവൻ അവന്റെ ആത്മാവിൽ നിന്നും അവന്റെ ശരീരത്തിൽ നിന്നും പോകുമാറാക്കി എന്ന് നമ്മളവിടെ വായിക്കുന്നത്. His actual death happened later on. അവന്റെ വാസ്തവത്തിലുള്ളവന്റെ മരണം സംഭവിക്കുന്നതിന് ശേഷമാണ്. But before that, പക്ഷെ അതിനു മുമ്പ് Delilah had his ears. ദലീലയ്ക്ക് കിട്ടിയത് അവന്റെ ചെവിയാണ്. Delilah had his ears. ദലീലയ്ക്ക് കിട്ടിയത് അവന്റെ ചെവിയാണ്. And she started pouring things into her ears. അവിടെ ആ ചെവിയിലൂടെ ശിംശോന്റെ ചെവിക്കകത്തോട്ട് വിഷങ്ങൾ കയറ്റിവിടാൻ തുടങ്ങി. ആ ചെവിയിലോട്ട് കൈവച്ചു. Amen. Keep hands on your ears. ദൈവപ്രവൃത്തി മാത്രം കേൾക്കുവാൻ. Amen. To hear the work of the Lord alone. Sanctify, Lord, my ears. എൻ്റെ ചെവിയെ ഒന്ന് ശുദ്ധീകരിക്കണമേ. Sanctify my ears. ചെവിയെ ഒന്ന് ശുദ്ധീകരിക്കണമേ. That is why it is important that what we listen. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നതിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. We should sanctify our houses with songs of faith. Amen. Songs of worship. വിശ്വാസത്തിന്റെ പാട്ടുകൾ, ആരാധനയുടെ പാട്ടുകളുമായി നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ മുഴുവൻ നിറയ്ക്കണമെന്ന് അതുകൊണ്ടാണ് In പറയുന്നത്. the cars there should be voice of
faith. Amen. നമ്മുടെ കാറുകളിൽ വിശ്വാസത്തിന്റെ ഗാനങ്ങൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. Because what you have your ears to is going to take your life to. കാരണം നിന്റെ ചെവി എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടാണ് നിന്റെ ജീവിതം നീ നയിക്കുന്നത്. Let me just move forward. മുമ്പോട്ട് പോകട്ടെ. So Naomi heard. നമ്മൾ കേട്ടു. Naomi heard. നവോമി കേട്ടു. She heard. Amen. അവൾ ചിലത് കേട്ടു. And based upon her hearing, അവളുടെ കേൾവിക്ക് അടിസ്ഥാനമായി now they are going to take action. അവൾ കേട്ടതിനനുസരിച്ച് അവൾ ചുവടുകൾ വെക്കാൻ Are you with തുടങ്ങുകയാണ്. me? എന്റെ കൂടെ നിങ്ങളുണ്ടോ? So now they are going back to Bethlehem. അവർ ബെത്ലഹേമിലേക്ക് മടങ്ങി പോകുന്നു. But Naomi says, പക്ഷെ നവോമി പറയുന്നു, she calls her daughter-in-laws and says, you have an option. Amen. നവോമിയുടെ മരുമക്കളെ വിളിച്ചിട്ട് ഇങ്ങനെയാ പറയുന്നേ, You can go back to your own houses. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകാം. But Ruth പക്ഷെ രൂത്ത് said a statement which we read in verses 16. Amen. രൂത്ത് 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. And that is where I want to stay for the majority of the next few minutes. അടുത്ത ചില നിമിഷങ്ങൾ ആ ഭാഗത്ത് നമ്മൾ ചില ചിന്തകൾ ചിന്തിക്കാൻ She പോകുകയാണ്. says, അവൾ പറയുന്നു, don't ask me to leave എന്നോട് പോകാൻ പറയരുത്, and turn back. വിട്ടു പോകാൻ പറയരുത്. Wherever you go, Amen. നീ എവിടെ പോകുന്നു, I will go. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ പോകും. Wherever you live, നീ പാർക്കുന്നിടത്തൊക്കെയും I will live. ഞാൻ പാർക്കും. Your people നിന്റെ ജനം will be my people. എന്റെ ജനം, And your God നിന്റെ ദൈവം will be my God. എന്റെ തന്നെ ദൈവം. That's a covenant that came out of her mouth. അത് രൂത്തിന്റെ അതിരത്തിൽ നിന്ന് വന്നൊരു ഉടമ്പടിയാണ്. The moment that statement comes, ആ വാക്കുകൾ രൂത്തിന്റെ വായിൽ നിന്ന് വരുന്ന അതേ നിമിഷം, it is not just a sentence. അതൊരു ചെറിയ വാക്യം മാത്രമല്ല. അവള് പറഞ്ഞ എന്തോ ഒരു കാര്യമല്ല. Your people will be my people. നിന്റെ ജനം എന്റെ ജനം, Your God will be my God. നിന്റെ ദൈവം എന്റെ ദൈവം. It's a covenant statement that she was making. Amen. അതൊരു ഉടമ്പടിയുടെ വസ്തുതയാണ്, ഒരു പ്രഖ്യാപനമാണ് അവിടെ See, സംഭവിക്കുന്നത്. they were in Moab. അവർ മോവാബിലായിരുന്നു. Moab is a system മോവാബ് ഒരു സിസ്റ്റമാണ് that tries to oppose what God's plan is. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ഒരു കേന്ദ്രീകൃതമായ ഒരു ക്രമമാണത്. We know നമ്മൾക്കറിയാം, Moab was a nation that was used or that hired Balaam to curse Israel. മോവാബ്യരാണ് ബാലാം എന്ന പ്രവാചകനെ ഇസ്രായേൽ മക്കളെ ശപിക്കേണ്ടതിന് വേണ്ടി കൊണ്ടിരുന്നത്. There are tons of things I can talk about Moab. മോവാബിനെ കുറിച്ച് പല കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാം. But these people had started living their life in Moab. ഈ ജനം മോവാബിൽ ജീവിച്ചു വന്നൊരു ജനം. Until the famine hit, ഈ ക്ഷാമം വരുന്നിടം വരെ Moab was their house. മോവാബിലായിരുന്നു ഇവരുടെ ഭവനം. I don't know how many of you understood this. എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ ചോദിക്കും. They had no problem in living in Moab. മോവാബിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. Sometimes we are like this, right? ചില സമയം നമ്മൾ അങ്ങനെയല്ലേ? We can live just somehow. Because we have never understood our actions as reactions also. Amen. കാരണം നമ്മുടെ പ്രവൃത്തികൾ പ്രതികരണങ്ങൾ കൂടെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. നമ്മൾ react ചെയ്യേണ്ടിവരാ. Amen. We are people who need to react. When I go to Moab is never my house. Amen. ഞാൻ മോവാബിലേക്ക് ചെല്ലുമ്പോൾ മോവാബ് ഒരിക്കലും എൻ്റെ ശാശ്വത ഭവനമല്ല, എൻ്റെ വീടല്ല. മോവാബിനെ വീടാക്കരുത്. Amen. Don't make Moab your house or your dwelling. This is a prophetic statement for few of us. ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. എങ്ങനെയും ജീവിച്ചു പോകാം എന്നുള്ളതല്ല. Amen. It's not about living your life somehow. കർത്താവായ യേശു നമുക്ക് തന്നിരിക്കുന്ന ആ പ്രത്യേക ദൗത്യം, പ്രത്യേകമായ അഭിഷേകം എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. To make sure that there is a specified way that God wants his children to live. The anointing that the Lord has placed upon your life is because നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്, ജീവിക്കേണ്ട വിധം ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. Amen. Geographic locations is important. Amen. ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. When God takes us to a geographic location, നമ്മളെ ദൈവം ചില സ്ഥലങ്ങളിൽ, ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ the anointing on us നമ്മുടെ മേളിലുള്ള അഭിഷേകം should make us understand what are the forces of that geographic location. ആ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ എന്താണെന്നുള്ളത് നമ്മുടെ അഭിഷേകം നമ്മൾക്ക് പറഞ്ഞു തരും. ആത്മീയ കണ്ണുകൾ വെച്ച് ആ ശക്തികളെ discern ചെയ്തെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. With your spiritual eyes, I pray the Lord will help you to discern what that looks like.
when we become part of those geographic location and the strongholds of that area, we will never be able to prosper. ആമേൻ. ആ സ്ഥലങ്ങളിലെ അന്ധകാര ശക്തികളുമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൂട്ടാളികളായി തീരുമ്പോഴാണ് നമ്മൾക്ക് ആ ദേശത്ത് സമൃദ്ധി അനുഭവിക്കാൻ കഴിയാത്തത്, You will never be അനുഗ്രഹിക്കപ്പെടാൻ fully കഴിയാത്തത്. fed in Moab. മോവാബിൽ നീ ഒരിക്കലും സംതൃപ്തനായി തീരുകയില്ല. There is going to be a day when you have to come out. ഒരു ദിവസം നീ അവിടെ നിന്ന് പുറത്തു വന്നേ മതിയാകൂ. You know, an anointed person will see the strongholds. ആമേൻ. ഒരു അഭിഷക്തൻ ആ ദേശത്തുള്ള അന്ധകാര ശക്തികളെ കണ്ട് തിരിച്ചറിയും. You may be the only person. നീ മാത്രമായിരിക്കും ആ ദേശത്ത്. Your wife may be the only couple together. നീയും നിന്റെ ഭാര്യയും മാത്രമായിരിക്കും But അവിടെ. if you discern that spirit, പക്ഷേ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ start binding it. ആ ദുരാത്മാവിനെ കെട്ടുക. Start binding it. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ആ Start ദുരാത്മാവിനെ binding it. ജയിക്കുക. Start binding ആ it. ദുരാത്മാവിനെ കെട്ടുക. The power of anointing in your life and our life will break those strongholds. ആമേൻ. നിന്റെ ജീവിതത്തിൽ, നിന്റെയും എന്റെയും ജീവിതത്തിലുള്ള അഭിഷേകത്തിന്റെ ശക്തി ആ മുഖങ്ങളെ തകർക്കുക തന്നെ ചെയ്യും. I know this church doesn't need a teaching on that. എനിക്കറിയാം ഈ സഭയ്ക്ക് അതിനെക്കുറിച്ച് വിശാലമായ ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. Because the neighboring ground is a witness to that, is a testimony to ആമേൻ. that. കാരണം ഇതിന്റെ അപ്പുറത്തുള്ള നമ്മുടെ പ്രദേശം അതിനൊരു സാക്ഷ്യമാണ്. There are more strongholds. അതിലധികം കെട്ടുകൾ ഈ ദേശത്തുണ്ട്. But God is willing to give it to you. പക്ഷെ ദൈവം ഈ ദേശത്തെ നിങ്ങളുടെ കയ്യിൽ തരാൻ If I വിശ്വസ്തനാണ്. and you, we are willing to pay a price. നമ്മളിൽ ഓരോരുത്തരും അതിന്റെ വില കൊടുക്കാൻ തയ്യാറായാൽ. When we went to that place in Tamil Nadu, ഞങ്ങൾ തമിഴ്നാട്ടിൽ ആ ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ there are old, very old temples. ഒത്തിരി പഴയ അമ്പലങ്ങൾ ആ ദേശത്ത് ഞങ്ങൾ കണ്ടു. We started seeing that these are the strongholds of this place. ആ ദേശത്തുള്ള അമ്പലങ്ങളും അവിടെ കുടിയിരിക്കുന്ന ദൈവപ്രതിഷ്ഠ Actually, we have heard many times when people come and say, now there is no. പല സാഹചര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെ ഇനിയും ആ വിചാരങ്ങളൊന്നും നടക്കുന്നില്ല എന്ന്. They have come and told us, I don't know, maybe because of this church. ഈ സഭയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും It's possible. ഇത് ഈ കാലത്തിലും സാധ്യമാണ്. ഈ കാലത്തിലും അതിന് സാധ്യമാണ്. possible. ആമേൻ. If someone can take up this vision, ആമേൻ. ഈ ദർശനത്തെ ആരെങ്കിലും ഇന്ന് പകൽ കയറി പിടിച്ചാൽ, if we can bind those forces, ഈ അന്ധകാര ശക്തികളെ നമ്മൾക്ക് കെട്ടാൻ സാധിച്ചാൽ, it is possible. അത് സാധ്യമാണ്. So from Moab, മോവാബിൽ നിന്ന്, it's not just a nation, അതൊരു രാഷ്ട്രം മാത്രമല്ല, but Ruth understood that she needs to break this. രൂത്തിന് മനസ്സിലായി ഈ കെട്ടിനെ എനിക്ക് പൊട്ടിക്കണം. And she makes a covenant. രൂത്ത് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. Your people will be my people. നിന്റെ ജനം എന്റെ ജനം, Your God will be my God. നിന്റെ ദൈവം എന്റെ ദൈവം. It's a statement. അതൊരു ഉടമ്പടിയാണ്. It's a covenant. അതൊരു ഉടമ്പടിയാണ്. What is a covenant? എന്താണ് ഒരു ഉടമ്പടി? It's a covenant. It's a sacred relationship ആമേൻ. ഉടമ്പടി ഒരു ദൈവികമായ ബന്ധം established by God that creates a new spiritual reality. ആമേൻ. ദൈവത്താൽ സ്ഥാപിതമായ ഒരു ആത്മീയ ബന്ധം നമ്മളിൽ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ ഉളവാക്കുന്ന ഒരു ബന്ധം. It's a statement, നമ്മളിൽ നിന്ന് വരുന്നൊരു ചില വാക്കുകൾ, but then it is beyond a statement. It's a relationship that is being created. അത് വെറും വാക്കുകളല്ല, അതിനകത്തൂടെ ഒരു പുതിയ ബന്ധമുളവായി വരികയാണ്. And that creates a new spiritual reality. അതൊരു ആത്മീയ യാഥാർത്ഥ്യത്തെ ഉളവാക്കുന്നു. Very simply, ആമേൻ. we can create something. ആമേൻ. നമ്മൾക്ക് ചില കാര്യങ്ങളെ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്താം. We can create few things. നമ്മൾക്ക് ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. When that creation happened, the covenant was created, Abraham became Abraham. ആമേൻ. ആ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് എബ്രാഹിം അബ്രഹാമായി മാറുന്നത്. Jacob, when he made that covenant by the streams of Jabbok, he became Israel. ആമേൻ. യാബോക്ക് എന്ന കടവിൽ യാക്കോബ് ആ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഇസ്രായേലായി മാറിയത്. Saul became Paul. ആമേൻ. ശൗൽ പൗലോസായതും, The identities changed. അവന്റെ വ്യക്തിത്വം മുഴുവൻ മാറിയതും. It's not a contract. ആമേൻ. അതൊരു ചില ദിവസങ്ങളിലേക്കുള്ള കാര്യമല്ല. It's not, because a contract, you always safeguard your rights. ആമേൻ. ചില സമയത്ത് നമ്മൾ ചില കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുമ്പോൾ, ചില പേപ്പറുകൾ സൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ റൈറ്റുകളുണ്ട്. But this is a covenant. A covenant says, what must I become?
ഇതൊരു ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഉടമ്പടി അനുസരിക്കാൻ എങ്ങനെ മാറണമെന്നുള്ളതാണ്. ഈ ഉടമ്പടി തന്നെ നമ്മളെ മാറ്റും. This covenant in itself will change us. If the covenant is from the depth of your heart, ഈ ഉടമ്പടി നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിൽ, then unknowingly there is a change that is being created. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു വ്യത്യാസം, മാറ്റം നമ്മൾ കണ്ടു തുടങ്ങും. I see most of our people are married people here. ഒത്തിരി ആളുകളെ ഞാൻ കല്യാണം കഴിച്ചവരായി ദമ്പതികളായി കാണുന്നു. Marriage is a covenant. കല്യാണം, വിവാഹം ഒരു ഉടമ്പടിയാണ്. It's not a contract. വിവാഹം ഒരു കോൺട്രാക്ട് അല്ല. It's a covenant. വിവാഹം ഒരു ഉടമ്പടിയാണ്. So a covenant, as marriage as a covenant, വിവാഹം ഒരു ഉടമ്പടിയാകുമ്പോൾ it creates a new family. അതൊരു പുതിയ കുടുംബത്തെ ഉരുവാക്കുന്നു. It's a creation that happens. അവിടെ ഒരു സൃഷ്ടിപ്പാണ് നടക്കുന്നത്. Yes. Amen. Yes. Amen. So if you see marriage as a covenant, നിങ്ങൾ വിവാഹത്തെ ഒരു ഉടമ്പടിയായി കണ്ടാൽ, then there is a new family that is created. അവിടെ ഒരു പുതിയ കുടുംബം ഉരുവാകുന്നു. It is more than just a function that took place. അവിടെ നടന്ന വെറും ആചാരക്രിയകൾ മാത്രമല്ല അത്. It is another unit established on this earth for God to do his work. ദൈവത്തിന്റെ പദ്ധതികളെ നിറവേറ്റാൻ രണ്ടുപേർ കൂടെ പിന്നെയും ഈ ഭൂമിയിൽ ഒരു കുടുംബമായി ഐക്യമത്യപ്പെടുകയാണ്. It is another unit being established here for God to enhance his kingdom. ദൈവത്തിന്റെ രാജ്യത്തെ വീണ്ടും വിശാലപ്പെടുത്താൻ ഒരു ക്രിയ കൂടെ, ഒരു കൂട്ടം കൂടെ, ഒരു ചാനൽ കൂടെ വരികയാണ്. You have always thought that marriage is some function. വിവാഹം എപ്പോഴും നമ്മൾ ഒരു ചടങ്ങായി മാത്രമേ കണ്ടിട്ടുള്ളൂ. We are praying for our son. He's 31 years old. എന്റെ മകന് വേണ്ടി 31 വയസ്സുള്ള എന്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But when we pray, we are not just praying that he should get married to the right person. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിന് തന്റേതായ ശരിയായ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രമല്ല. Oh, we are praying, God, when you give him a right partner, when the marriage takes place, we want to see that as another kingdom spot. Amen. അടുത്ത ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി വേല ചെയ്യുന്ന ഒരു യൂണിറ്റായി ആ കുടുംബത്തെ തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That God is going to use to enhance his kingdom. ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി അങ്ങനെ ചില ദമ്പതികളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. So let us redefine our family today. നമ്മുടെ കുടുംബങ്ങളുടെ അർത്ഥങ്ങളെ, അന്തരീക്ഷങ്ങളെ നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കുക. This morning let it happen here. ഇന്ന് പകലത് ഇവിടെ ആരംഭിക്കട്ടെ. Your family is a unit where kingdom is going to be enhanced from. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് നിങ്ങളുടെ കുടുംബം. A branch office of the heaven. Amen. സ്വർഗ്ഗത്തിന്റെ ഒരു ഓഫീസാണ് നിങ്ങളുടെ സ്ഥലം. Branch office of heaven. Amen. സ്വർഗ്ഗത്തിന്റെ ഒരു ഓഫീസാണ് നിങ്ങളുടെ കുടുംബം. A place where Jesus will walk in. യേശു നടന്നു ചെല്ലുന്ന ഒരു ഭവനം. Oh, he will do his work in the family unit. Amen. ആ കുടുംബത്തിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. Amen. ഇന്ന് പകൽ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് പകൽ ആരെങ്കിലും ഏറ്റെടുത്താട്ടെ. Say, my family is a branch office for heaven. എന്റെ കുടുംബം ദൈവത്തിന്റെ ഒരു ഓഫീസാണ്, സ്വർഗ്ഗത്തിന്റെ ഒരു ഓഫീസാണെന്ന് ചിന്തിച്ചു. കുടുംബത്തിൽ കർത്താവിന് വരുവാനുള്ള അനുവാദമുണ്ട്. There is permission for the Lord to enter into my house. എന്റെ കുടുംബത്തിൽ കർത്താവിന് പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. The Lord has permission to work in my house. എന്റെ കുടുംബത്തിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കുള്ള അനുവാദമുണ്ട്. There is kingdom expansion happening in my family. എന്റെ കുടുംബത്തിൽ ജനങ്ങളെ കടന്നു വന്ന് യേശുവിനെ അറിയുവാനുള്ള അനുവാദമുണ്ട്. There are people who can know about God in my family. ചില അനുവാദങ്ങൾ കൊടുത്താട്ടെ. This morning grant those permissions if you haven't yet. അനുവാദം കൊടുത്താട്ടെ. Give permission to the Holy Spirit this morning. Don't limit your houses. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ വീടുകളെ പരിമിതപ്പെടുത്തല്ലേ. Don't limit your boundaries of the family. നിങ്ങളുടെ കുടുംബങ്ങളുടെ അതിരുകളെ പരിമിതപ്പെടുത്തല്ലേ. Let the people of God come and be blessed in your family. ദൈവത്തിന്റെ മനുഷ്യർ വന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കട്ടെ. Give it. അത് കൊടുക്കുക. Thank you, Jesus. We have lived in a secular society for such a long time. Oh, we feel it is privacy important. Privacy God will give. Amen. ലോകത്തിൽ ജീവിച്ച് നമ്മൾ സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടു. Marriage is a covenant. Amen. വിവാഹം ഒരു ഉടമ്പടിയാണ്. Marriage is a covenant. വിവാഹം ഒരു ഉടമ്പടിയാണ്. Just like I said in the beginning. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, do not bound your family. നിന്റെ കുടുംബത്തിന്റെ അതിരുകളെ കെട്ടിവെക്കരുത്. Every morning when you wake up in the morning, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ our first prayer should be, ആദ്യത്തെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: Jesus, you're welcome. അപ്പാ, അങ്ങേക്ക് സ്വാഗതം. This house belongs to you. യേശുവേ, ഇത് നിന്റെ ഭവനമാണ്. What you want to accomplish, do it. അങ്ങേക്ക് എന്ത് ചെയ്യണമോ അത് അങ്ങ് ചെയ്താട്ടെ. Do it, Lord. അത് ചെയ്താട്ടെ കർത്താവേ. Do it, Lord. അത് ചെയ്യണമേ കർത്താവേ. My house, I can see people coming and getting saved. That is what the Lord wants. Amen. എന്റെ വീട്ടിൽ വന്ന ഒത്തിരി ആളുകൾ രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ദൈവഹിതം.
If people can come and be comforted in the house, that is what God നമ്മുടെ wants. വീടുകളിൽ ആളുകൾക്ക് വന്ന് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ദൈവഹിതം. You've had people who would come and say, ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ തോന്നുന്നു. Amen. Some people come to our house and say, I want to stay in this place and pray for some time. അതല്ല വീട്. And that is what our house is. You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? It's a covenant. കാരണം അതൊരു ഉടമ്പടിയാണ്. It's a covenant. അതൊരു ഉടമ്പടിയാണ്. We always thought it is just a house. നമ്മൾ പലപ്പോഴും വീടിനെ ഒരു വാസസ്ഥലമായി മാത്രം, ഒരു കെട്ടിടമായി മാത്രമാണ് കണ്ടത്. It's not like that. അങ്ങനല്ല. It's not that. It is not that way. Amen. അങ്ങനെയല്ല. Covenant is a reality of a relationship that creates something. ഉടമ്പടി ഒരു ബന്ധത്തിന്റെ യാഥാർത്ഥ്യമാണ്, സൃഷ്ടിപ്പിലേക്ക് നയിക്കുന്ന ഒരു ബന്ധത്തിന്റെ യാഥാർത്ഥ്യം. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ചില ക്രിയേഷൻസ് നടക്കണം. If that is the case, there must be ചില ക്രിയേഷൻസ് നടക്കണം. ഇന്ന് കാലം ആത്മാവിൽ അത് സ്വീകരിക്കുന്നവർ സ്തോത്രം അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ട് ആത്മമണ്ഡലങ്ങളിൽ ചിലതൊക്കെ നടക്കുവാൻ കുടുംബങ്ങൾ La ralabaya ralagabadiri artara lam shantala kalbartana di artaradana rubaja darajagal sabardana lere kelorosh. Hallelujah. Thank you, Jesus. Barkata book tibartaradana. Before I do പറഞ്ഞു ഇങ്ങനെ കുടുംബമായതല്ലേ. നമ്മളെല്ലാം ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞല്ലേ കുടുംബങ്ങളായ. ഐ ഡു എന്ന് പറയുന്നതിന്റെ അപ്പുറത്തിരിക്കുന്ന ആ സഹോദരിയെയോ അല്ലെങ്കിൽ ആ സഹോദരനെ സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല. ആമേൻ. ഇങ്ങനെ നമ്മൾ സമ്മതം അവിടെ നിന്ന് ചൊല്ലുന്നത് നമ്മുടെ അടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയോട് മാത്രമല്ല. ഐ ഡു എന്ന് പറയുമ്പോൾ when we say I do, the heavens have the permission. ആമേൻ. സ്വർഗ്ഗത്തിന് കൂടെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. Thank you, Jesus. The Holy Spirit has the permission. Amen. പരിശുദ്ധാത്മാവിന് കൂടെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. Doesn't matter how many rooms you have in your house. Amen. നമ്മുടെ വീടുകളിൽ എത്ര മുറികളുണ്ടെന്നുള്ളതല്ല പ്രാധാന്യം. You may have no room, you might be staying in a garage. Amen. നമ്മൾ ജീവിക്കുന്നത് ഒരു ഗരാജിലായിരിക്കാം. But I do. പക്ഷേ ഞാൻ സമ്മതിക്കുന്നു. I do. ഞാൻ സമ്മതിക്കുന്നു. Lord, have your way. അപ്പാ അങ്ങയുടെ ഹിതത്തിനായി ഞാൻ സമ്മതിക്കുന്നു. Have your way. ഞാൻ സമ്മതിക്കുന്നു. ഇന്ന് കാലം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that the Lord establishes some families in this place this morning. Let the Holy Spirit define your family life. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിവർത്തിക്കട്ടെ, നിർവചിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊരു ഉടമ്പടിയാണ്. Ruth said, your God will be my God. രൂത്ത് പറയുന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവം. Thank you, Jesus. There are several covenants like this. അങ്ങനെ പല ഉടമ്പടികൾ നമ്മൾ വചനമുടനീളം കാണുന്നു. Communion service is a covenant. ആമേൻ. നമ്മുടെ തിരുമേശ പോലും ഒരു ഉടമ്പടിയാണ്. When the bread is broken, ആമേൻ, ആ അപ്പം മുറിക്കപ്പെടുമ്പോൾ, when we partake from the wine, നമ്മൾ ആ വീഞ്ഞിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ, it's not just monthly once thing. ആമേൻ, അത് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു ആചാരമല്ല. It's a covenant. അതൊരു ഉടമ്പടി പുതുക്കലാണ്. You know, behind that covenant, ആ ഉടമ്പടിക്ക് പിന്നിൽ there is something that calls about loudly. ആമേൻ. അതിനെ വിളിച്ചു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. That I am accepted into the family of God. കാരണം ഞാൻ ദൈവ കുടുംബത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയാണ് അവിടെ വിളിച്ചു ചൊല്ലപ്പെടുന്നത്. Every day when we go to work, നമ്മൾ ഓരോ ദിവസവും ജോലിക്കായി കടന്നു when we പോകുമ്പോൾ, go to work and school and colleges, നമ്മുടേതായ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായി നമ്മൾ പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ, ഓരോ നിമിഷവും നമ്മളെ ഈ ലോകം വിളിച്ചു പറയുന്നത് നീ you do not belong here. Amen. Every minute the world is again and again amplifying the fact that you don't belong to this world. But when we break the bread, പക്ഷേ നമ്മൾ ആ അപ്പം മുറിക്കുമ്പോൾ, ആ പാനപാത്രത്തിൽ നമ്മൾ പങ്കാളികളായി മാറുമ്പോൾ, when we take part of that wine and the cup, ഈ അപ്പവും ഈ വീഞ്ഞും വിളിച്ചു പറയുന്നത് കാര്യമുണ്ട്. this bread and the cup says something. ഈ സൊസൈറ്റി നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിലും, Amen. Even if this society doesn't accept you, നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പിതാവുണ്ട്. there is a God, heavenly Father, who accepts you. That's why this is called as Lord's Supper. Amen. അതുകൊണ്ടാണ് ഇത് കർത്തൃമേശ എന്നറിയപ്പെടുന്നത്. That is why this is called as a communion table. അതുകൊണ്ടാണ് ഇത് തിരുമേശ എന്നറിയപ്പെടുന്നത്. Many families are sitting here. ഒത്തിരി കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. When we come and partake from this bread, when we come and partake from this cup, it breaks down the boundaries of the family. Amen. നമ്മളിൽ പല കുടുംബങ്ങളായ വ്യക്തികൾ നമ്മൾ ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് പങ്കാളികളാകുമ്പോൾ കുടുംബങ്ങളുടെ അതിരുകളെ പൊളിക്കുകയാണ്. There is a oneness that is established. Amen. ഒരു ഒരുമ വെളിപ്പെടുകയാണ്. And in that oneness
oneness is what miracles are waiting to ആ happen. ഒരുമയിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. The Bible says when two of you can agree, ആമേൻ. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ God says He will do things. അവൻ ചില കാര്യങ്ങൾ ചെയ്യും എന്ന് വചനം നമ്മൾ There are ഉറപ്പുതരുന്നു. miracles waiting to happen. ആമേൻ. അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. There are breakthroughs waiting to happen. വിടുതലുകൾ നമ്മളെ കാത്തിരിക്കുന്നു. There are things that the heavenly realms are waiting. If I and you can just wait to become one in the heart. സ്വർഗ്ഗതലങ്ങൾ നമ്മൾ ഒന്നാകാൻ ഐക്യമത്യപ്പെടാൻ കാത്തിരിക്കുന്നു ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ. If I and you we are willing, നമ്മൾ സമ്മതിച്ചാൽ the Lord will do it. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. Lord's Supper is a covenant. ആമേൻ. കർത്തൃമേശ ഒരു ഉടമ്പടിയാണ്. ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് നമ്മളെല്ലാം എടുത്തു കഴിയുമ്പോഴും ഇവിടെ അപ്പം ബാക്കി വരും. Amen. There will be bread and cup left over after all of us take part in it. You know what does that say? And അതെന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? ഈ Oklahoma, In Oklahoma, ഈ Tulsa, in Tulsa, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഇനി ആളുകളുണ്ട്. there are people who needs this divine fellowship. It's a covenant. അതൊരു ഉടമ്പടിയാണ്. Because when every time that I take the cup, I go away, I'm looking at it and says, I have a responsibility. കാരണം ആ കർത്തൃമേശയിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഭാഗവാക്കുക ആകുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യം, എനിക്കിതിലൊരു ഉത്തരവാദിത്വമുണ്ട്. When I go back, I should bring somebody to Jesus. ഞാൻ മടങ്ങി പോകുമ്പോൾ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. It is on my life. ആമേൻ. അത് എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തമാണ്. It's a covenant. ആമേൻ. അതൊരു ഉടമ്പടിയുടെ ഭാഗമാണ്. This morning, ഇന്ന് പകൽ I'm going to stop here. ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. Can we recover our covenant? നമ്മുടെ ഉടമ്പടികളെ ഒന്ന് തിരിച്ചു പിടിക്കാമോ? Church is a covenant. ആമേൻ. സഭ ഒരു ഉടമ്പടിയാണ്. It is not a membership place. ആമേൻ. സഭ ഒരു മെമ്പർഷിപ്പ് തരുന്ന ഒരു സ്ഥലമല്ല. No. It is not one Sunday thing. ആമേൻ. അതൊരു ആഴ്ചയിൽ ഒരു ഞായറാഴ്ച മാത്രം വന്നു പോകുന്ന സ്ഥലമല്ല. When you come to this church, ഈ സഭയിൽ വരുമ്പോൾ, when you become part of this church, നിങ്ങൾ ഈ സഭയിൽ ഒരു അംഗമാകുമ്പോൾ, it is beyond coming and beyond the fellowship, beyond everything. There is a covenant. ആമേൻ. കൂട്ടായ്മകൾക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അപ്പുറമായി അവിടെ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്. Because കാരണം the moment you come and be part of this church, ഈ സഭയുടെ അംഗങ്ങളായി നമ്മൾ തീരുമ്പോൾ there is a responsibility that heaven gives. ഒരു സ്വർഗത്താൽ സ്ഥാപിതമാകുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിന്റെ മേൽ വന്ന് വീഴും. And that is what is on you. ആ ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. Let me say one more point and I'll pray. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. What does the covenant cost? എന്താണ് ഒരു ഉടമ്പടിയുടെ വില? Cost. ഉടമ്പടി ചെയ്യുന്നത് It gives us an access. ആമേൻ. നമ്മൾക്കൊരു ആക്സസ് തരികയാണ്, നമുക്കൊരു സ്വീകാര്യത It തരികയാണ്. gives us a open door. ആമേൻ. നമുക്കൊരു തുറക്കപ്പെട്ട വാതിൽ തരികയാണ്. Every covenant, എല്ലാ ഉടമ്പടികളും, right from the book of Genesis to Revelation, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ, every time there was a covenant, there was an access. ആമേൻ. എവിടൊക്കെ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു തുറക്കപ്പെട്ട ആക്സസ് നമ്മൾ കണ്ടിട്ടുണ്ട്. Abraham's life, ആമേൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ, Isaac's life. ഇസഹാക്കിന്റെ ജീവിതത്തിൽ, When I studied, the Holy Spirit took me to many such places. ഒത്തിരി അങ്ങനത്തെ സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശ്രദ്ധയെ തിരിച്ചു. But every time there was a covenant, ഓരോ പ്രാവശ്യം ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ there was a new character of God that was revealed. ദൈവത്തിന്റെ ഒരു പുതിയ ഭാഗം, ഒരു വ്യക്തിത്വം വെളിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. Abraham, God revealed to him as El Shaddai. ആമേൻ. എൽ ഷദായായി അബ്രഹാമിന് വെളിപ്പെടുന്ന ഒരു ദൈവം. He took his son for sacrifice. God revealed to him as Jehovah Jireh. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാൻ അബ്രഹാം പോകുമ്പോൾ യഹോവ ഇരയായി വെളിപ്പെടുന്ന ഒരു In the ദൈവം. book of Exodus, ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ when people of Israel, they came out of the bondage of Egypt and they were going into the promised land. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ The first test that happened, they had to taste the bitter water. അവർ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് കയ്പുള്ള വെള്ളമായിരുന്നു. And then there a covenant was established. അവിടെ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്. God is saying like this, കർത്താവ് പറയുന്നു, if you listen to what I say and do exactly what I say, നീ എന്റെ വാക്കുകളെയും വഴികളെയും അനുസരിച്ച് നടന്നാൽ, then it says like this, ഇങ്ങനെ പറയുന്നു, none of the sickness that was happening to these people will happen to you. ആമേൻ. മിസ്രൈമ്യരുടെ നടുവിൽ ഉണ്ടായിരുന്ന ഒരു വ്യാധിയും നിങ്ങളെ തൊടുകയില്ല. He is revealing himself as Jehovah Rapha. ആമേൻ. യഹോവ റാഫയായി തന്നെ താൻ അവൻ വെളിപ്പെടുത്തുന്നു. When did that covenant was established? ആ ഉടമ്പടി എപ്പോൾ സ്ഥാപിക്കപ്പെട്ടോ, That was established ആ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത് when was that revelation
established, എപ്പോഴാണ് ആ വെളിപ്പാട് പുറത്തു വന്നത്? when they made a covenant. അവരൊരു ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ. The സൗഖ്യം വേണ്ടിവരുണ്ടോ? Amen. Are there people who needs healing in this place? Jehovah Rapha. Yehova Rapha. That's a covenant. അതൊരു ഉടമ്പടിയാണ്. Thank you, Jesus. That's a covenant. അതൊരു ഉടമ്പടിയാണ്. But the moment that covenant was established, ആ ഉടമ്പടി എപ്പോൾ സ്ഥാപിക്കപ്പെട്ടോ, there was an access. അവിടെ ഒരു തുറക്കപ്പെട്ട ഒരു ഭാഗം വന്നു. I can go to my Father and pray that God, you said that I can have the healing. എന്റെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അധികാരം ലഭിച്ചു. അപ്പ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. നീ ഗിലെയാദിന്റെ തൈലമാണല്ലോ. You are the oil of Gilead. നീ വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. You are the God who heals by your word. നീ യഹോവ റാഫയാണല്ലോ. You are Yehovah Rapha. ഇന്ന് പോയി കാലം കർത്താവേ, ആ covenant നിമിത്തം എനിക്ക് തന്നിരിക്കുന്ന ആക്സസിനായി സ്തോത്രം. Lord, thank you for the access that you have given me through that covenant. Can we just start praying? ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? Let's just start praying. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോയി തുടങ്ങാം. കാലം ഇവിടെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ആക്സസ് ഉണ്ട്. Amen. There are people who can access the healing power of God, Jehovah. Call upon him. അവന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. Call upon him. അവന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. He's Jehovah Rapha. അവൻ യഹോവ റാഫയായ ദൈവം. There is nothing impossible with him. അവനാൽ അസാധ്യമായതൊന്നുമില്ല. പ്രാർത്ഥിച്ചു തുടങ്ങുക. If you feel you are standing in front of a wall, നിങ്ങളൊരു മതിലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, make a covenant this morning. ദൈവമായ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുക. The covenant will make an access to you. ആ ഉടമ്പടി നിങ്ങൾക്കൊരു തുറന്ന വാതിൽ തരും. The greatest covenant is the cross of Jesus Christ. ഏറ്റവും വലിയ ഭൂമിയിലെ ഉടമ്പടി ദൈവത്തിന്റെ ക്രൂശാണ്. Salvation. ഓ രക്ഷയാണ്. When you said yes to Jesus, നമ്മൾ യേശുവിനോട് സമ്മതം മൂളിയപ്പോൾ, the Bible says like this, വചനം പറയുന്നു, it has given you the power to be in his presence. അവന്റെ സാന്നിധ്യത്തിലാകുവാൻ തക്കവണ്ണം അവൻ നമ്മളെ ഉയർത്തി. ഇനി അന്യനല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ. You are no more abandoned. You are sons and daughters of God who can call him Abba ഈ രാവിലെ Father. സമയം ഒന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചാട്ടെ. This morning can we call him Abba Father? ഉറക്കെന്ന് വിളിച്ചാട്ടെ. Can we call him അപ്പച്ചാന്ന് വിളിച്ചാട്ടെ. Lord? We അപ്പാ എന്ന് വിളിച്ചാട്ടെ. call him Abba പിതാവേ എന്ന് Father. Call വിളിച്ചാട്ടെ. him Father. Oh, what he has done on the cross. നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തതിനെ ഓർത്ത്, It's a covenant when you accept him as your Lord. നിങ്ങളുടെ ദൈവവും കർത്താവുമായി അവനെ സ്വീകരിക്കുമ്പോൾ അതൊരു അടഞ്ഞ വഴികൾ ഉടമ്പടിയാണ്. തുറക്കും. All the doors closed will be opened. There is an access. അതൊരു വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. Someone receive it this morning. Amen. ഇന്ന് പകൽ ആരൊക്കെയോ അത് സ്വീകരിക്കട്ടെ. ഹൃദയത്തിൽ നിന്നൊന്ന് വിളിച്ചാട്ടെ. Amen. ദൈവമേ, call him out. ഓ റബാ Call on to his റബാ name. ശാന്തല. ജഗൽഖനാദി അർത്ഥരാധന. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.